നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും ഭാരതീയ പൈതൃക പഠനത്തിനും അത് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും പല ദിക്കിലും ഓടി നടന്ന് അദ്ദേഹം രൂപപ്പെടുത്തി എടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന ഈ സ്ഥാപനം ഇന്ന് ഏതാണ്ട് 20 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രം ഈ നിലയിലെത്തിയ സ്ഥാപനം നമ്മുടെ ഭാരതീയ പൈതൃകം സകല ജനങ്ങളിലും വളരെ ആഴത്തിൽ എത്തിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അദ്ദേഹം തുടങ്ങിവച്ച ഭാരതീയ വിദ്യാവിഹാർ എന്ന സ്കൂളും ഇപ്പോൾ വളരെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ തേൻ കൂട്ടി വയ്ക്കുന്നത് പോലെയായിരുന്നു ഓരോ ദിക്കിലും ഓടിയെത്തി പ്രഭാഷണത്തിനും പഠനത്തിനും എല്ലാത്തിനും കൂടി കിട്ടുന്ന തുക വളരെ ലുബ്ധിച്ച് തന്നെ, പ്രത്യേകിച്ച് പറയട്ടെ, വളരെ ലുബ്ധിച്ച് തന്നെയാണ് അദ്ദേഹം ശേഖരിച്ച് വെച്ച് ചാരിറ്റി പ്രവർത്തനത്തിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും വളർത്തിയെടുക്കേണ്ട ആവശ്യം നമുക്ക് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ ഈ ചരിത്രങ്ങളും എല്ലാം അയവിറക്കിക്കൊണ്ട് ഒരു സ്മരണിക ഇറക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ, സാറിനോടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ആത്മാർത്ഥമുള്ള ആളുകൾ ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമായിട്ടും ഉദ്ദേശം. പലരും ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ ഓരോ പ്രവർത്തകർക്കും സൂക്ഷിച്ചു വയ്ക്കുവാൻ പാകത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു സ്മരണികയാണ് അവർ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭീമമായ ചെലവുകൾ ഓരോന്നിനും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഭംഗിയായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ പരസ്യത്തിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുള്ള സഹായം, കാരണം ഇതിൻ്റെ ഭീമമായ തുകയുടെ പരസ്യത്തിൻ്റെ എല്ലാം കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന സഹായ സഹകരണങ്ങൾ ഇതിലെ ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾ എത്തിച്ചു തന്നാൽ സാറിനോടും ഈ പ്രസ്ഥാനത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായ കർമ്മങ്ങളായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ഭാരതീയ പൈതൃക പഠനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ സംരംഭത്തിന് നിങ്ങളുടെ ഓരോ സഹായവും അഭ്യർത്ഥിക്കുകയാണ്. പണ്ട് ഭാരതീയ പൈതൃക പഠനത്തിനായിട്ട് ആണ് ഈ സെന്റർ തുടങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഞാൻ സാറിനോട് ചോദിക്കുമായിരുന്നു. ഈ സ്കൂൾ ഇത്രയും ബുദ്ധിമുട്ടി ഒരു സ്കൂൾ തുടങ്ങുന്നതിന് പകരം നമുക്ക് പൈതൃകം പഠിപ്പിക്കുന്ന വേദപഠനവും യോഗയും മറ്റും പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ സാറ് എന്നോട് പറഞ്ഞത് അതല്ല പ്രധാനമായിട്ടും വേണ്ടത്. കാരണം യോഗയും പൈതൃകവും പഠിക്കുവാൻ പ്രായമായ കുറെ ആൾക്കാരും അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ളവർ മാത്രമേ വരികയുള്ളൂ. എന്നാൽ ഒരു സ്കൂള് എത്ര ബുദ്ധിമുട്ടിയായാലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് ആഴത്തിൽ നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ജാതി മത ഇസ ഭേദമന്യേ എല്ലാ കുട്ടികളും ഈ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഈ വിധത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചും ഉദ്ധരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഈ സ്കൂളും എല്ലാം ഇവിടെ തുടങ്ങാൻ കാരണം എന്ന് സാർ എന്നോട് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. കാരണം വളരെ ചെറുപ്പം മുതലേ LKG മുതൽ ഹയർ സെക്കൻഡറി വരെ ഉള്ള കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൈതൃകം പഠിപ്പിക്കാനുള്ള ഏറ്റവും പറ്റിയ പ്രായം. അത് മറ്റു രീതിയിൽ വഴിതെറ്റിപ്പോയി അവരുടെ ജീവിതം നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയും കൂടി നമ്മൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു
മഹത്തായ കർമ്മമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.